ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ യാക്കോബായ സഭയിൽ പ്രവർത്തിക്കുന്ന കീഴത്തുള്ള സെൻറ് തോമസ് ധ്യാന മന്ദിരത്തോട് ചേർന്ന് ദൈവവചനം പ്രസംഗിക്കുവാനും കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ലഭിച്ച വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അഭിവന്യ അപ്രയം തിരുമേനിയോർ പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം സമർപ്പിച്ച് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വേദഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം മാത്രമാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം. കർത്താവ് ഉയർപ്പിന് ശേഷം മൂന്നാമത് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട സാഹചര്യമാണ് ഇതിലുള്ളത്. മീൻ പിടിക്കാൻ പോയ തൻ്റെ ശിഷ്യന്മാർ അവരോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യോഹന്നാൻ്റെ മകനായ ശീമോനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അവനോട് ഇങ്ങനെയാണ് ചോദിച്ചത്: നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം പത്രോസിനോടാണ് ചോദിച്ചതെങ്കിലും ഇന്ന് നമ്മോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ഉത്തരം പറയാനുണ്ട്? പത്രോസ് ഉത്തരം പറഞ്ഞത് എങ്ങനെയാണ്? അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ല അവൻ പറഞ്ഞത്, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ എവരേക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മളും അതുപോലെ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദൈവം അത് അംഗീകരിക്കുമോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിലുള്ള പലതിനെയും പല പറ്റുമാനങ്ങളെയും ദൈവത്തെക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നവരാണ് ഈ ലോകമക്കൾ, പ്രത്യേകിച്ച് ഞാനും നിങ്ങളും ഈ കേൾക്കുന്നവരും. അവൻ്റെ ഉദ്യോഗത്തെ കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നവരുണ്ട്. അവനവൻ്റെ സ്ഥാനമാനത്തെ കർത്താവിനേക്കാൾ സ്നേഹിക്കുന്നവരുണ്ട്. ഇതൊന്നും വേണ്ടെന്നല്ല, എന്നാൽ ഏറ്റവും അധികമായി സ്നേഹിക്കേണ്ടത് നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന കർത്താവിനെയാണ് എന്നുള്ള വസ്തുത പലരും മറന്നു പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ വീണ്ടും ഓർപ്പിക്കുന്നത് കർത്താവിനെ മറ്റെന്തിനേക്കാൾ അധികമായി സ്നേഹിക്കണം എന്നുള്ളതാണ്. തൻ്റെ ഭാര്യയെയല്ല, തൻ്റെ മക്കളെയല്ല, തൻ്റെ കുടുംബത്തെയല്ല, തൻ്റെ ജോലിയെയല്ല, തൻ്റെ സ്ഥാനമാനങ്ങളെയല്ല, തനിക്കുള്ള ഒന്നിനെയുമല്ല, അതിനേക്കാൾ ഉപരിയായി തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ, കർത്താവിനെ സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും നിന്നെ ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നവനാണെന്ന് ഞാനും നിങ്ങളും അവനോട് തുറന്നുത്തരം പറഞ്ഞാൽ തുടർന്നുള്ള നാളുകളിൽ നാം എപ്രകാരം ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം തന്നെ 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ എപ്രകാരം ആയിരിക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇന്ന് അനേകർ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരാണ്. എന്നാൽ തൻ്റെ കർത്താവിൻ്റെ കൽപ്പന അവർ അനുസരിക്കാത്തവരാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആയിരക്കണക്കിന് കൽപ്പനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിലെ 10 കൽപ്പന മാത്രമല്ല, അനേക കൽപ്പനകൾ വീണ്ടും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുന്നവരായിരിക്കും. ഇഫ് യു ലവ് മീ
കീപ് മൈ കമാൻഡ്സ് എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ഇന്നും ശത്രുത മനോഭാവത്തോടെ അയൽക്കാരെ വീക്ഷിക്കുന്ന ഒരു ജനസമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരും അഭിമാനിക്കുന്നത് ഞാൻ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം, കർത്താവിൻ്റെ കൽപ്പനകളെ പാലിക്കാത്തവൻ അവൻ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെട്ടാലും അത് വ്യർത്ഥമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുമ്പോൾ അതിനെ പലപ്പോഴും അനുസരിക്കാത്തവരായി ഞാൻ നിങ്ങൾ കടന്നു പോവുകയാണ്. മറ്റുള്ളവൻ്റെ ഒന്നും ആഗ്രഹിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ നമ്മേക്കാൾ ഉന്നതമായിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർക്കുള്ളത് എനിക്കുമുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ലോകമക്കൾ. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒന്നാമതായി പ്രമാണിക്കേണ്ടത് അവൻ്റെ കൽപ്പനകളാണെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ മറ്റെന്തിനേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവവചനം പ്രമാണിക്കുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവവചനം അപ്രകാരം അനുസരിക്കുന്നവരായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ അത് വായിക്കുന്നുണ്ട്. 14-ാം അധ്യായം 23-ാമത്തെ വാക്യം, എൻ്റെ വചനം പ്രമാണിക്കുന്നവർ എന്നെ അനുസരിക്കും. എന്നാൽ അവിടെയും അനുസരണക്കേട് കാണുകയാണ്. ദൈവവചനം അനുസരിക്കാത്തവരെക്കുറിച്ച് ശുദ്ധമത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണലിന്മേൽ വീട് പണിത മനുഷ്യരുടെ തുല്യമെന്നാണ് ദൈവവചനം അനുസരിക്കാത്തവർ. വ്യക്തമായി കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭവനം പണിയുമ്പോൾ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിതില്ല എങ്കിൽ പെരുങ്കാറ്റടിക്കും, സുനാമി കടന്നു വരും, ചുഴലിക്കാറ്റടിക്കും, അവിടെയെല്ലാം തകർന്നു പോകുവാൻ ഇടയായി തീരുമെന്ന് നമ്മൾ വായിച്ചറിയുന്നുണ്ട്. എന്നിട്ടും പ്രിയമുള്ളവരെ, ആഴെ കുഴിച്ച് ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് അനുസരണമില്ലാത്തവരെന്നാണ്. അനുസരിക്കുന്നവർ ക്രിസ്തു എന്ന പാറയായിരിക്കും അവിടെ ജീവിതത്തിന് അടിസ്ഥാനം, അവിടെ കുടുംബത്തിന് അടിസ്ഥാനമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ ഏറ്റവും കൂടുതലായി മറ്റുള്ള എന്തിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന മനുഷ്യൻ അവൻ്റെ വചനം അനുസരിക്കുന്നവരായിരിക്കും. അനുസരണം കെട്ട ഒരു തലമുറയെ നമുക്കിന്ന് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് ക്ഷണിച്ചാൽ, ദൈവവചന കേൾവിക്ക് വേണ്ടി കൂടി വരുവാൻ ആവശ്യപ്പെട്ടാൽ അതിലെല്ലാം തിരസ്കരിക്കുന്ന സമൂഹങ്ങളെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. എവിടെയെല്ലാം വചനം അനുസരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അനുഗ്രഹം കവിഞ്ഞൊഴുകുന്നത് നമുക്ക് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സന്ദേശം ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഒന്ന്, ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനയെ പ്രമാണിക്കും. കൽപ്പന അനുസരിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തും. രണ്ട്, ഏറ്റവും കൂടുതലായി മറ്റെന്തിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കും. വചനത്തോട് അവന് പ്രമോദമുള്ളവനായിരിക്കും. വചനമായിരിക്കും അവൻ്റെ സന്തോഷം, വചനമായിരിക്കും അവൻ്റെ ധ്യാനം. അവൻ വചനത്തെ മുറുകെ പിടിക്കുന്നവനായിരിക്കുമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. മൂന്നാമത്തെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. മറ്റെന്തിനേക്കാളും ഉപരിയായി കൂടുതലായി കർത്താവിനെ സ്നേഹിക്കുന്നവർ അവർ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കും. ദൈവവചനം പറയുന്നു, ഇഫ് യു ലവ് മീ യു ഓൾസോ ലവ് വൺ അനദർ. നീ ദൈവത്തെ ഏറ്റവും ഉപരിയായി സ്നേഹിക്കുന്നുവെങ്കിൽ നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കും. സകല മനുഷ്യരെയും സ്നേഹിക്കാൻ നമുക്കിടയായിത്തീരണം. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, ദൈവവചനം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു, നിന്നെ സ്നേഹിച്ചവരോട് നീ സ്നേഹിച്ചാൽ, നീ സ്നേഹം പങ്കുവെച്ചാൽ അതിൽ എന്ത് പ്രയോജനം നിനക്കുണ്ട്? നിന്നെ പഴിക്കുന്നവരെയും നിന്നെ ദുഷിക്കുന്നവരെയും നിന്നെക്കുറിച്ച് അപവാദം പറയുന്നവരെയും
അവരെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. വചനത്തിൽ കൂടെ ഞാൻ നിങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുന്ന ഭാഗമാണത്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. ഇന്ന് ഒരുവനെ കണ്ടാൽ അവനോട് പ്രിയമുള്ള പലപ്പോഴും മുഖം മറച്ച് കടന്നു പോകുന്നവരാണ്. എന്നാൽ നേരിക്കണ്ട് സാഹോദര്യം ഒന്ന് പുതുക്കുവാനും നമ്മുടെ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കുവാനും നമുക്കിടയായി തീരണമെന്ന് നമ്മെ വചനത്തിൽ കൂടെ ഓർപ്പിക്കുക. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ശിഷ്യന്മാരെന്നും ദൈവവചനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവ എപ്രകാരമായിരിക്കും? 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരനെ പകയ്ക്കാത്തവനായിരിക്കണം. സ്വന്തം സഹോദരനെ പകയ്ക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. മറ്റെന്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കുന്നവൻ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നവനായിരിക്കും. എന്നാൽ പഴയ നിയമ ചരിത്രങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിച്ചാൽ മറ്റെന്തിനേക്കാൾ, കുടുംബത്തേക്കാൾ, മക്കളേക്കാൾ, സാഹചര്യത്തേക്കാൾ ദൈവത്തെ സ്നേഹിച്ച പഴയ നിയമ ചില പിതാക്കന്മാരെ നമുക്ക് അല്പമായിട്ടൊന്ന് പരിചയപ്പെടാം. അവരോട് നമുക്കൊന്ന് ചോദിക്കാം, എപ്രകാരമാണ് നിങ്ങൾ ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിച്ചതെന്ന് നമുക്ക് ആദ്യമായി അബ്രാഹാമിനോടൊന്ന് ചോദിക്കാം. അബ്രാഹാമേ, നീ എങ്ങനെയാണ് നീ മറ്റെന്തിനേക്കാളും ദൈവത്തെ സ്നേഹിച്ചത്? അബ്രാഹാമിന് പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. മനസ്സിൽ വേദനിക്കുന്ന സാഹചര്യമാണ് അബ്രാഹാമിനോട് ദൈവം പറഞ്ഞതെങ്കിലും അബ്രാഹാം അത് അനുസരിച്ചു, അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നവനാണ്. അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതികളെ തരാം. പ്രിയം, കാലങ്ങളേറെ ലഭിച്ചിട്ടും വൈകിയാണ് തനിക്കൊരു മകനെ ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നത്. തൻ്റെ മകനെ കിട്ടിയപ്പോൾ തൻ്റെ മകനെ കണ്ട് സന്തോഷിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, എല്ലാം ശരിയാണ്. എന്നാൽ അതിനുശേഷം കാലങ്ങൾ പിന്നിട്ടപ്പോൾ അബ്രാഹാമിൻ്റെ സ്നേഹം, അബ്രാഹാമിൻ്റെ പറ്റുമാനം ദൈവത്തേക്കാൾ ഉപരിയായി തൻ്റെ മകനോട് ആയിത്തീർന്നപ്പോൾ അബ്രാഹാമിനെ ഒരു ദിവസം വിളിച്ച് ദൈവം ആവശ്യപ്പെട്ടു, അബ്രാഹാമേ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ നീ എനിക്ക് വേണ്ടി യാഗം കഴിപ്പിക്കണം. ഇത് കേട്ടപ്പോൾ അബ്രാഹാമിൻ്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടന്നുപോയി എന്നാണ് വചനത്തിൽ കൂടെ വചനം വായിച്ചു കേൾക്കുന്നത്. എന്നാൽ ഈ വേദനയുടെ മധ്യത്തിലും ഈ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും പതറാതെ നിന്ന് ദൈവം പറഞ്ഞ വാക്ക് അപ്രകാരം അനുസരിച്ച് അത് നിറവേറ്റിയവനായിരുന്നു അബ്രാഹാം എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. വേദനിക്കുന്ന അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഏറെ ഹൃദയഭേദകമായിരിക്കുന്ന ഒരവസ്ഥയാണ് അവൻ്റെ ജീവിതത്തിലുള്ളത്. വാർദ്ധക്യത്തിൽ ലഭിച്ച മകൻ, വാഗ്ദത്ത സന്തതി, അവനെയാണ് കർത്താവ് യാഗം കഴിക്കുവാൻ അബ്രാഹാമിനോട് ആവശ്യപ്പെട്ടത്. അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ ഒരു ഇടിവെട്ടേറ്റതുപോലെ അബ്രാഹാം ആയിത്തീരുകയാണ്. എങ്കിലും ദൈവത്തോടുള്ള അവൻ്റെ അഞ്ചഞ്ചലമായിരിക്കുന്ന സ്നേഹമുള്ളതുകൊണ്ട് മറ്റെന്തിനേക്കാളും അബ്രാഹാം ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ അവൻ ആഗ്രഹിച്ചു, അവൻ തീരുമാനിച്ചു. അവൻ യാഗം കഴിക്കുവാനുള്ള സ്ഥലത്തേക്ക് തൻ്റെ മകനുമായി പുറപ്പെടുകയാണ്. ഒരൊറ്റ ആഗ്രഹമേ അബ്രാഹാമിനോടുള്ളൂ. അബ്രാഹാമിനുള്ളൂ. ദൈവം പറഞ്ഞത് ഞാൻ അനുസരിച്ച് അവൻ്റെ വാക്ക് നിറവേറ്റണം. ഇതായിരുന്നു അബ്രാഹാമിന് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, പ്രലോഭനങ്ങൾ കടന്നു വന്നേക്കാം, നമ്മെ വേദനിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും കടന്നു വന്നേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും നിൻ്റെ കർത്താവിനെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കാൻ ഇടയായി തീരണമെന്ന്
ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരികയാണ്. രണ്ടാമതായി, മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച മറ്റൊരു വ്യക്തിയാണ് ഇയ്യോബ് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. അവനും തകർച്ചയുടെ നടുവിലാണ്. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ടായിരുന്നു. ആടുമാടുകൾ അനേകമായിട്ടുണ്ട്. ഇതെല്ലാം പ്രിയമുള്ളവരെ അല്പസമയം കൊണ്ട് സകലം നഷ്ടമാകുകയാണ്. സകലം നഷ്ടമായി. മാത്രമല്ല, ഈ നഷ്ടത്തിൻ്റെ മധ്യത്തിൽ തൻ്റെ ഭാര്യ പോലും തനിക്കെതിരായി പിറുപിറുക്കുകയാണ്. സകലവും നഷ്ടമായി. ഈ നഷ്ടത്തിൻ്റെ മധ്യത്തിലും അവൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അത് വായിച്ചു കേൾക്കുന്നുണ്ട്. ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ ഞാൻ വെളിപ്പെടുത്തും. ഇയ്യോബ് പറഞ്ഞ കാര്യമാണ്. അവൻ എന്നെ കൊന്നാലും, ഇതിനേക്കാൾ വലിയ സാഹചര്യം അവൻ്റെ ജീവിതത്തിൽ നേരിട്ടാലും, അവൻ്റെ ആത്മാവിനെ തന്നെ നശിപ്പിക്കേണ്ട സാഹചര്യം കടന്നു വന്നാലും, അവൻ്റെ ആത്മാവിനെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യമായാലും, അവൻ പറയുന്നത് എങ്ങനെയാണ്: ഞാൻ ദൈവമേ നിന്നെ മറ്റെന്തിനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നവനാണ്. അതായിരുന്നു ഇയ്യോബിൻ്റെ തീരുമാനം. അതുകൊണ്ട് അവന് സകല മക്കൾ നഷ്ടം, സമ്പത്ത് നഷ്ടം, അവൻ്റെ ആരോഗ്യ നഷ്ടം, സകലതും നഷ്ടമായി തീർന്നപ്പോൾ, നശിച്ചു പോയപ്പോൾ അവൻ പറഞ്ഞ വാക്ക് പ്രത്യാശയുടെ വാക്കുകളാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഇയ്യോബ് പറയുന്നത് നമുക്ക് കേൾക്കുവാനിടയായിത്തീരും. എത്രയോ പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് അവൻ പറഞ്ഞതെന്ന് നമുക്ക് ഓർത്ത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവനെന്നെ കൊന്നാലും വിടുകയില്ല, എല്ലാം എനിക്ക് ദൈവം തന്നതാണ്, ഒന്നുപോലും എൻ്റേതായിട്ടില്ല. മക്കളെ ദൈവം എനിക്ക് വളർത്തുവാൻ വേണ്ടി തന്നതാണ്. ആടുമാടുകൾ അവൻ എനിക്ക് ജീവിത സന്താനത്തിന് വേണ്ടി അവൻ തന്നതാണ്. എൻ്റെ ജീവിതവും അവൻ തന്നതാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുമെന്ന് അവൻ തീരുമാനം എടുത്തവനാണ്. അപ്പോൾ ഇയ്യോബും തൻ്റെ ജീവിതത്തിലുള്ള മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചു. നഷ്ടങ്ങളുടെ മധ്യത്തിൽ, നിരാശയുടെ മധ്യത്തിൽ, നെടുവീർപ്പിൻ്റെ മധ്യത്തിൽ തൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇയ്യോബിന് സാധിച്ചത് അവരുടെ പ്രത്യാശ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇയ്യോബിന് സകലം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടുത്താതെ ഇതെല്ലാം നഷ്ടമാക്കിയവന് സകലതും തിരിച്ചു തരുവാൻ കഴിയുമെന്ന് ഇയ്യോബ് തൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണ്. അതുതന്നെ അവൻ പറയുന്നുമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായി തൻ്റെ ദൈവത്തെ കണ്ടപ്പോൾ അവൻ്റെ കഴിഞ്ഞ കാലങ്ങളേക്കാൾ ഉപരിയായി അവന് ദൈവം അനുഗ്രഹിക്കുന്നത് കാണുവാനിടയായിത്തീരും. അവൻ നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയായി ദൈവം അവന് മടക്കി കൊടുത്തു. കാരണം മറ്റെന്തിനേക്കാൾ അവൻ ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും, പ്രിയമുള്ളവരെ, ഭാര്യ തള്ളിപ്പറഞ്ഞപ്പോഴും അവൻ ദൈവത്തെ മുറുകെ പിടിച്ചവനാണ് ഇയ്യോബെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ 2 വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് അബ്രാഹാം, മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച വ്യക്തി. രണ്ടാമതായി ഇയ്യോബ്, അവൻ സകലം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചവൻ, ദൈവത്തെ അത്രമാത്രം അഗാധമായി സ്നേഹിച്ചവൻ, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് അവൻ പ്രത്യാശിച്ചവൻ. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി ഞാൻ എൻ്റെ കർത്താവിനെ കാണുമെന്നാണ്. ഇതെന്തുകൊണ്ട് അവന് പറയാൻ സാധിച്ചത്? അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊന്നുമല്ല അവന് നിത്യതയിലെത്തിക്കുന്നത്, അവൻ്റെ പ്രത്യാശയാണ്. അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ കാരണം അവൻ തൻ്റെ ജീവിതത്തിൽ ഏതിനേക്കാളും ഉപരിയായി ശീമോൻ പത്രോസ് പറഞ്ഞതുപോലെ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ മൂന്നാമതായി മറ്റൊരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് മറ്റാരുമല്ല, 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കാണുന്നത്. അത് ദാവീദാണ്.
ദാവീദ് ആരായിരുന്നു ഒരു കാലത്ത് നമുക്കറിയാം, ഇപ്പോഴാരാണെന്നും നമുക്കറിയാം. ദാവീദ് കാലികളെ കാനനത്തിൽ മേയിച്ചുകൊണ്ട് നടന്നവനാണ്. വെറും ആടുനോട്ടക്കാരൻ, വെറും പശുപാലകനായി ജീവിച്ചവനാണ്. സ്വന്തം സഹോദരന്മാർ പോലും തള്ളിക്കളഞ്ഞവൻ, സഹോദരന്മാരാൽ അവഗണിക്കപ്പെട്ടവൻ. അവനും ദൈവത്തെ അധികമായി, മറ്റെന്തിനേക്കാൾ അധികമായി സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ പെട്ടകത്തിൻ്റെ മുമ്പിൽ കുതിച്ച് സാധാരണ ഒരു മനുഷ്യനെ പോലെ അവൻ നൃത്തം ചെയ്യുകയാണ്. നൃത്തം ചെയ്തപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, ഈ ലോക മനുഷ്യരെക്കാൾ അധപ്പതിച്ച് നീ പോയോ? നീ ആരാണെന്നുള്ള ചിന്ത നിനക്ക് പോലും മറന്നുപോയല്ലോ. അതുകൊണ്ട് നീ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് നിനക്ക് അപമാനമാണ് എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഞാൻ ആരായിരുന്നു ഒരു കാലത്ത്? ഞാനൊരു ഇടയൻ്റെ ജോലി ചെയ്ത് ആടുകളെ മേച്ചുകൊണ്ട് വനത്തിൽ കൂടെ കാലം കഴിച്ചവനാണ്. എൻ്റെ അപ്പൻ എന്നെ മാനിച്ചില്ല, എൻ്റെ സഹോദരന്മാർ എന്നെ കണക്കാക്കിയില്ല. എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ എന്നെ കാടുകളിൽ നിന്ന് വിളിച്ച് അവന് ദേശത്തിന് രാജാവായി വെച്ചിരിക്കുക. ഞാൻ ഇന്ന് രാജാവാണ്, ശരിയാണ്. പക്ഷേ എന്നെ രാജാവാക്കിയത് ആരാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. അവൻ്റെ വാക്കനുസരിക്കാതെ അവനെ വിട്ട് ഒരു നിമിഷം പോലും എനിക്ക് മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധ്യമായി തീരുകയില്ല. അതുകൊണ്ട് ഞാൻ ഇതിലും കൂടുതലായി ഇനിയും നൃത്തം ചെയ്യുമെന്ന് അവൻ പറയുകയാണ്. തൻ്റെ പെട്ടകത്തിൽ നൃത്തം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ ഞാനാക്കിയൊരു ദൈവമുണ്ട്, എന്നെ രാജാവാക്കിയൊരു ദൈവമുണ്ട്. ഞാൻ ഇടയ ചെറുക്കനായി ജീവിച്ച സ്ഥാനത്ത് നിന്ന് എന്നെ വിളിച്ച് എൻ്റെ തലയിൽ അവൻ അഭിഷേക തൈലമൊഴിച്ച് ദേശത്തിന് രാജാവാക്കി വെച്ചവൻ അവൻ എനിക്ക് ഒരു കാലത്തും മറക്കാൻ സാധ്യമല്ല. അവനാണ് എൻ്റെ ജീവിതത്തിൽ സകലതും, അവനാണ് എൻ്റെ ജീവിതത്തിൽ സമസ്തവും. അതുകൊണ്ട് ഞാൻ മറ്റെന്തിനേക്കാൾ, എൻ്റെ സ്ഥാനത്തേക്കാൾ, എൻ്റെ മാനത്തേക്കാൾ, എൻ്റെ പദവിയേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എല്ലാം തന്നത് ദൈവമാണ്. അതുകൊണ്ട് എല്ലാറ്റിലും അധികമായി അവനെ സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ് ഈ വചനം കേൾക്കുന്നവരെന്നും വ്യക്തമായി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നന്മയുടെ അടിസ്ഥാനത്തിലല്ല നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. അവൻ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ തിന്മയാണ് ജീവിതത്തിൽ ഭവിക്കുന്നതെങ്കിലും, കഷ്ടതയും വേദനയുമാണ് ജീവിതത്തിൽ അനുഭവപ്പെടുന്നതെങ്കിലും, ഈ കഷ്ടതയിലും ഈ തിന്മയുടെ മധ്യത്തിലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. മൂന്ന് വ്യക്തികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ മൂന്ന് പേരും ദൈവത്തെക്കാൾ മറ്റുള്ള എന്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്ന് അവരുടെ പ്രവർത്തനത്തിൽ കൂടെ, അവരുടെ വാക്കുകളിൽ കൂടെ നമുക്ക് കേൾക്കാനിടയായിത്തീരും. ഒന്നാമതായി അബ്രാഹാമാണ് നമ്മൾ ചിന്തിച്ചത്. മറ്റെന്തിനേക്കാൾ അബ്രാഹാം ദൈവത്തെ സ്നേഹിച്ചു, അത് അവന് അനുഗ്രഹമായി തീർന്നു. ഇയ്യോബ് മറ്റെന്തിനേക്കാൾ ഉപരിയായി താൻ ദൈവത്തെ സ്നേഹിച്ചു. സകലം നഷ്ടപ്പെട്ടപ്പോഴും നഷ്ടത്തിൻ്റെ പട്ടിക മാത്രമേ നിരത്തുവാനുണ്ടായിരുന്നുള്ളൂ. അവൻ തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ദൈവം പുതുക്കി പണിയാൻ കാരണം ദൈവത്തെ അവൻ ഏറ്റവും അധികമായി സ്നേഹിച്ചു എന്നു ഉള്ളതുകൊണ്ട് മാത്രമാണ്. വീണ്ടും നമ്മൾ ചിന്തിച്ചത് ദാവീദിനെ കുറിച്ചാണ്. അവൻ വനത്തിൽ കൂടെ ആടുനോട്ടക്കാരനായി നടന്നവനാണ്, പശുപാലകനായി നടന്നവനാണ്. അവിടെ നിന്ന് ദൈവം അവനെ വിളിച്ച് രാജാവായി അവനെ അഭിഷേകം ചെയ്തു. അവനൊരിക്കലും അത് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അവൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉപരിയായി തൻ്റെ ദൈവത്തെ അവൻ സ്നേഹിച്ചു. അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിച്ചു എന്ന് നാം കാണുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നന്മയുടെ അടിസ്ഥാനത്തിലല്ല, തിന്മയുടെ നടുവിലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കണം. നന്മ മാത്രം അനുഭവിക്കേണ്ടതല്ലല്ലോ നമ്മുടെ ജീവിതം. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ വായിക്കുന്നത് എങ്ങനെയാണ്? കഷ്ടം അനുഭവിപ്പാൻ കൂടെ ഞാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു എന്നാണ്. ഇന്ന് അനേകർ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നന്മ മാത്രമാണ്. ദൈവം തരുന്ന കഷ്ടത അനുഭവിക്കുവാൻ
അനേകർ വിമുഖത കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് ദൈവം തൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി അവനെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സ്നേഹിച്ചതെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും. അവിടെ റോമാലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതുകൊണ്ട് ഇത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവനായിരിക്കും. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ അവൻ്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മെ ഫലമേൽപ്പിക്കുമ്പോൾ അവനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ വേല ചെയ്യുവാൻ ഒരിക്കലും മടി കാണിക്കുവാൻ ഇടയായി തീരുകയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കഷ്ടയുടെ മധ്യത്തിലും നിരാശയുടെ മധ്യത്തിലും നെടുവീർപ്പിൻ്റെ മധ്യത്തിലും ഈ കഷ്ടതയും നെടുവീർപ്പും എല്ലാം മാറ്റിത്തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പറയുവാൻ സാധിക്കുന്നത് ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിക്കുമ്പോഴാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ നിരാശ അനുഭവം കടന്നു വരികയില്ലെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ദുഃഖത്തിന് സമയം കടന്നു വന്നാലും അതിൻ്റെ മധ്യത്തിൽ സന്തോഷം അവൻ അനുഭവിപ്പാൻ നമുക്ക് ഇടയായിത്തീരും. എല്ലാം നന്മയ്ക്കാണെന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദാവീദിനെ വനത്തിലേക്ക് അയച്ചത് അത് നന്മയായി ഭവിക്കേണ്ടയായി തീർന്നു. ഇയ്യോബിന് കഷ്ടങ്ങൾ കടന്നു വന്നത് അത് നന്മയായി ഭവിക്കുവാൻ ഇടയായി തീർന്നു. ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തത് അവന് നന്മയായി തീരുവാൻ ഇടയായി തീർന്നു. ഇപ്രകാരം ഈ ദൈവത്തെ ഏറ്റവും അധികമായി മറ്റെന്തിനേക്കാൾ ഉപരിയായി സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ വചനം പ്രമാണിച്ച് മുന്നേറുമ്പോൾ ഇയ്യോബിന് ലഭിച്ചതുപോലെ മുമ്പത്തേക്കാൾ ഇരട്ടിയായി ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചെങ്കിൽ അവനെ സ്നേഹിക്കുന്ന തലമുറ നിത്യമായി അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും ഈ വചന കേൾവിയാൽ ദൈവത്തെ സ്നേഹിച്ച് അനുഗ്രഹം പ്രാപിച്ച് നിത്യത്തിൽ എത്തപ്പെടുവാൻ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് താൽക്കാലികമായി വിരാമം കുറിക്കട്ടെ. നാം ഓരോരുത്തരും ഈ ലോകത്ത് എന്തെല്ലാം ദൈവം തന്നോ തന്നതിനെ സ്നേഹിക്കാതെ കിട്ടിയതിനെ സ്നേഹിക്കാതെ തന്നവനെ സ്നേഹിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. അവൻ്റെ മുറിവാർന്ന കരം വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ അനുഗ്രഹത്താൽ നാം എക്കാലവും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇത് കാത്തിരിപ്പിൻ്റെ നാളുകളാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് 120 പേർ സെഹിയോൻ മാളികയിൽ കാത്തിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തീനാവുകളുടെ സാദൃശ്യത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. ശിഷ്യന്മാർക്ക് അന്ന് കിട്ടിയ അഭിഷേകമാണ് ലോകം മുഴുവനും സുശേഷവുമായി ഓടി നടക്കുവാൻ, പീഡനങ്ങളേറ്റ് അതൊന്നും വകവയ്ക്കാതെ ദൈവസ്നേഹത്തിൽ ജ്വലിച്ച് ദൈവവേല ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് എത്രയും പ്രിയപ്പെട്ട ഡോക്ടർ കുര്യാക്കോസ് സാറിലൂടെ നമ്മളെ കേൾപ്പിച്ച ആ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകൾക്കായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അദ്ദേഹത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, അവിടുന്ന് കാത്തുകൊള്ളണമേ, അവിടുന്ന് ശക്തീകരിച്ച് ശുശ്രൂഷകളിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ബുധനാഴ്ച ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുന്നു. കടന്നു വന്ന് സംബന്ധിക്കണമേ. ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനമുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം തിരുവചനാഗ്നി ധ്യാനം, ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശമുണ്ട്. അതുപോലെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റുള്ള ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുമ്പോൾ വന്ന് സഹകരിക്കുകയും ചെയ്യണമേ. ഈ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിനു ഷാരോൺ ദമ്പതികളാണ്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ നല്ല ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞിനെയും മാതാപിതാക്കളെയും എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് വിനയത്തോടെ പ്രാർത്ഥിക്കാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.